കഴിഞ്ഞ 11 വർഷങ്ങളായി രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയിൽ സമഗ്ര വികസനമാണ് നടന്നുവരുന്നത്. വിദൂര അതിർത്തിയായി മാറ്റി നിർത്തപ്പെട്ട വടക്കുകിഴക്കൻ മേഖല ഇപ്പോൾ പുരോഗതിയുടെയും സമാധാനത്തിന്റെയും അനന്ത സാധ്യതകളുടെയും ദീപസ്തംഭമായി മാറിയിരിക്കുകയാണ്. അവഗണന നേരിട്ട് വരുന്ന പ്രദേശങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള മാറ്റമാണ് കഴിഞ്ഞ 11 വർഷമായി സർക്കാർ പിന്തുടരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ആക്ട് ഈസ്റ്റ് നയം, ഗതാഗതത്തിലൂടെ പരിവർത്തനം എന്നീ നയങ്ങൾ മുൻനിർത്തി വടക്കുകിഴക്കൻ മേഖലാ വികസന മന്ത്രാലയം മാറ്റത്തിന്റെ നിർണായക ചാലക ശക്തിയായി നിലകൊള്ളുന്നു. അടിസ്ഥാന സൌകര്യ നിക്ഷേപം, തന്ത്രപരമായ ആസൂത്രണം എന്നിവ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖലയുടെ വികസന ഭൂമിയെ പുനർനിർമ്മിച്ചു. വൈദ്യുതി, വെള്ളം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ നിക്ഷേപങ്ങൾ മെച്ചപ്പെട്ട കണക്ടിവിറ്റി ഉറപ്പാക്കുകയും ദീർഘകാല വികസന പദ്ധതികൾ പരിഹരിക്കുകയും ചെയ്തു. സർക്കാർ സ്വീകരിച്ച ഫലപ്രദമായ നടപടികൾ മൂലം വടക്കുകിഴക്കൻ മേഖലയിലെ സുരക്ഷാ സ്ഥിതിഗതികളിൽ ഗണ്യമായ പുരോഗതി സാധ്യമായി. ദീർഘകാലമായി സംസ്ഥാനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന തർക്കങ്ങൾ മേഖലയിലെ പ്രധാന ആശങ്കയായിരുന്നു. സർക്കാരിന്റെ സജീവമായ ശ്രമങ്ങളിലൂടെ പതിറ്റാണ്ടുകളായി നിലനിന്നു പോരുന്ന ഒട്ടേറെ തർക്കങ്ങൾ ശാശ്വതമായി പരിഹരിക്കപ്പെട്ടു. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത റൈസിംഗ് നോർത്ത് ഈസ്റ്റ് നിക്ഷേപ ഉച്ചകോടി വടക്കുകിഴക്കൻ മേഖലയെ അവസരങ്ങളുടെ നാടായി ഉയർത്തിക്കാട്ടി. ഉച്ചകോടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ കഴിഞ്ഞ ദശകത്തിൽ വടക്കുകിഴക്കൻ മേഖലയുടെ വിദ്യാഭ്യാസ വികസനവുമായി ബന്ധപ്പെട്ട് 21,000 കോടി രൂപ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. 4.3 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ സന്നദ്ധത പ്രഖ്യാപിക്കപ്പെട്ടു. 2018 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ബോഗിബിൽ പാലം, റെയിൽവേ ശൃംഖലയുടെ വിപുലീകരണം, സ്വാതന്ത്ര്യാനന്തരം ആദ്യമായി മിസോറാമിൽ പാസഞ്ചർ ട്രെയിനിന്റെ പരീക്ഷണ ഓട്ടം തുടങ്ങിയ അഭിമാന പദ്ധതികളുടെ ദീർഘമായ പട്ടികയിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ 11 വർഷത്തിനുള്ളിൽ 10 ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങൾ നിർമ്മിച്ചു. ബ്രഹ്മപുത്ര നദിയിൽ വിവിധയിടങ്ങളിൽ റോറോ സർവീസ് ആരംഭിച്ചു. വടക്കുകിഴക്കൻ മേഖലയ്ക്കായുള്ള പ്രത്യേക അടിസ്ഥാന സൌകര്യ വികസന പദ്ധതി പ്രകാരം 974 വ്യാവസായിക യൂണിറ്റുകൾ രജിസ്റ്റർ ചെയ്തു. 2025 മെയ് 20-ന് ഔദ്യോഗികമായി തന്നെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമായി മിസോറാം പ്രഖ്യാപിക്കപ്പെട്ടു. ഈ നേട്ടത്തോടെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി മിസോറാം മാറി. അതിവേഗം രാജ്യത്തിന്റെ വളർച്ചാ എഞ്ചിനുകളിലായി ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖല. റെക്കോർഡ് ബജറ്റ് വിഹിതം, നയനവീകരണം, വർദ്ധിച്ചുവരുന്ന സ്വകാര്യ മേഖലാ പങ്കാളിത്തം എന്നിവയിലൂടെ വടക്കുകിഴക്കൻ മേഖല മുന്നേറുക മാത്രമല്ല, സമഗ്രവും സന്തുലിതവുമായ പ്രാദേശിക വളർച്ചയിലേക്കുള്ള ഇന്ത്യയുടെ മുന്നേറ്റത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.